ഒരു രാത്രിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ഉമ്മയുടെ സമീപത്ത് വന്നിട്ട് പറയുന്നു, ആയിഷ, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് ഒഴിവ് നൽകണം. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ പറയാൻ സമയം ഒറ്റ വാക്കിൽ പറയാണ്. എത്ര പ്രായമുള്ളവരാണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് മരിച്ചു പിരിയലല്ലാതെ അവര് വേറിട്ട് കിടന്നുറങ്ങാൻ പാടില്ല. അവര് സ്നേഹത്തോടെ ഒപ്പം ഉറങ്ങണം, അവര് ഒപ്പം ഭക്ഷണം കഴിക്കണം. ആയിഷ ബീബിയോട് നബി തങ്ങൾ രാത്രിയിൽ ഇബാദത്തിന് പോവാൻ സമ്മതം ചോദിക്കുന്നു. ഭർത്താവും ഭാര്യയും അങ്ങനെയാ വേണ്ടത്. അതല്ലാതെ ഓൾ ആ റൂമിൽ പോയി കിടക്കുക, മൂപ്പരാക്കപ്പുറത്ത് കിടക്കുക, യാതൊരു ബന്ധമില്ല. അല്ലെങ്കിലോ ഉമ്മ പോയിട്ട് മകന്റെ പുരയിൽ കാവലിന് കിടക്കുക, ബാപ്പ പോയിട്ട് മകളെ പുരയിൽ കിടക്കുക. പ്രായമായാൽ ഇങ്ങനെ ബന്ധമില്ലാതിരിക്കേണ്ടവരല്ല, മരിച്ചു പിരിയേണ്ടവരാണ് ഭാര്യ ഭർത്താക്കന്മാര്. എല്ലാ കാലത്തും അവരുടെ സ്നേഹം നിലനിൽക്കണം. ഇരിക്കട്ടെ, മുത്ത് നബി തങ്ങൾ ആയിഷ ഉമ്മയോട് രാത്രിയിലൊന്ന് ഇബാദത്തിന് പോവാൻ സമ്മതം ചോദിച്ചു. എവിടെങ്കിലും പോകുമ്പം ഭാര്യമാരോടുള്ള പൊരുത്തം വാങ്ങിയിട്ട് പോകണം. ഭർത്താക്കന്മാരെ സമ്മതം വാങ്ങിയിട്ടാ ഭാര്യമാരും പോവേണ്ടത്. ചില ഭാര്യമാരുണ്ട്, ഞാൻ ഉംറക്ക് പോവാണ്, മൂപ്പരാക്ക പോന്നില്ല, ഞാനങ്ങ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞ് ഉംറക്ക് പോകുന്നു. ഒരു ഉംറ കൊണ്ടും നിങ്ങളെ അല്ലാഹ് സ്വീകരിക്കൂല. ചില പുതിയാപ്പളിയും പുതിയണ്ണും ഉംറക്ക് വരും, എന്നിട്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വരും, എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും അടിച്ച് പിരിഞ്ഞു പോരും. എന്താ കാരണം? സഫാ മർവക്കടയിൽ സഴി ചെയ്യുമ്പോ നാലാമത്തെ ചുറ്റല് കിതാബിലുള്ള ദിക്ർ പുതിയാപ്പള ചെല്ലാത്തതിന്റെ ദേഷ്യം തീർത്തതാ. ആ ഹറമിന്റെ ഉള്ളിൽ ഈ സാധു ബാപ്പ കഷ്ടപ്പെട്ട് എല്ലാ ദിവസവും പണിക്കും മുമ്പർക്ക് ചിലപ്പോൾ മഹ്റജൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ ബാപ്പ ചെല്ലിയ മഹ്റ തെറ്റിയപ്പോ തന്ത ചെല്ലണത് എന്ന് വെച്ചിട്ട് ആ ഹറമിന്റെ ഉള്ളിൽ വെച്ചിട്ട് പുതിയാപ്പളിനെ ചീത്ത പറയുന്ന പെണ്ണുങ്ങൾ ഞാൻ നേരെ കണ്ടതാ. പുതിയാപ്പളിനെ ചീത്ത പറയും ഹറമെന്ന്. ഇന്നാലില്ല, ആ പെണ്ണിന്റെ ഒറ്റ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. ഭർത്താക്കന്മാരെ ആദരിക്കണം, ഭാര്യമാരെ ബഹുമാനിക്കണം. ഇപ്പൊ അതേക്ക് കിടക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിക്കുക ഇബാദത്തിന് പോവാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബാദത്തിലേക്ക് വുളൂ ചെയ്ത് നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് നിന്നു.